ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചില ടിപ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാനിതൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് വളച്ചു കൊടുക്കട്ടോ. അപ്പോൾ അതിനായി ഞാനിതാ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഈ ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് ചൂടായി കിട്ടും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി വളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വളയ്ക്കണമെങ്കിലും ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് വളച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിക്കും. നമ്മുടെ ഈ സിഗർ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നന്നാവുക. ഇപ്പോൾ ഏകദേശം നന്നായി ഒന്ന് വളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രഷ് ഇതുപോലെ നന്നായി വളഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല ഡീപ്പായി ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് സാധാരണ ഇനി അതിനായൊരു പണം മുടക്കി ബ്രഷ് ഒന്നും വാങ്ങേണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ മിക്സി ജാറൊക്കെ കഴുകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ അഥവാ ഇതിൻ്റെ ഈ ഉൾഭാഗത്തൊക്കെ നമുക്ക് കഴുകിയെടുക്കാൻ പ്രയാസമായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വൃത്തിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ കുപ്പിയുടെ ഉള്ളിലൊക്കെ നമുക്കിത് കുപ്പിയുടെ കുറച്ച് വീതിയുള്ള കുപ്പിയുടെ ഉള്ളിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി സ്ക്രബ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ബ്രഷ് എടുത്ത് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുത്തൊന്ന് ഹീറ്റ് ചെയ്താൽ തന്നെ മതി, നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിനായി ഇനി പണം കൊടുത്ത് ബ്രഷ് ഇതൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഒരു ചെറിയ ബ്രഷിൻ്റെ ഉപകാരം നമുക്ക് ഇതിലൂടെ കിട്ടും കേട്ടോ. അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത്, മരുന്നുകളൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ സ്റ്റോക്ക് ആയിരിക്കും അല്ലേ, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ. അപ്പോൾ ഏകദേശം 3 ദിവസമൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് അല്ലാത്ത മരുന്നുകൾ, ഒരേ ചുമയുടെയും അതുപോലെ തന്നെ പനിയുടെയൊക്കെ മരുന്നുകൾ നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യം വരും. ഒരു തവണ ഉപയോഗിച്ച് പിന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴേക്ക് ചിലപ്പോൾ മൂടിയിൽ നിന്നൊക്കെ മരുന്ന് ഒലിച്ചിട്ടുണ്ടാകും. പിന്നെ ആ മരുന്ന് ഉപയോഗിക്കാൻ തോന്നുകയില്ല അല്ലേ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളിലെ ചുമ പനിയൊക്കെ മാറിയതിന് ശേഷം, ആൻറ്റിബയോട്ടിക് അല്ലാത്തതാണ് കേട്ടോ പറയുന്നത്, ആൻറ്റിബയോട്ടിക് ആ കാലയളവിൽ മാത്രം യൂസ് ചെയ്യുക, പിന്നീട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള മരുന്നുകളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ആ ഒരു യൂസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുക, അതിൻ്റെ മൂടി ഒന്ന് ജസ്റ്റ് തുറക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു 1-2 റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. ജസ്റ്റ് ഇത് മൂടി തുറന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ജസ്റ്റ് ഇതിലൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. ചുറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഈ മൂടി ഒന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഷേക്ക് ചെയ്താലും ഈ മരുന്ന് ഒരു തുള്ളി പോലും പുറത്തേക്ക് പോവില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഒക്കെ വെച്ച് മൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടൈറ്റ് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാം. ബോഡിയൊക്കെ ലൂസ് ഉള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ മൂടി ലൂസ് ആവാനും പൊട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ചുമയുടെ പനിയുടെ ഒക്കെ മരുന്നിനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ.